ഈ കഥയുടെ പേര് ലിവർ സിറോസിസും കാർഡിയോളജിസ്റ്റും. കാർഡിയോളജിസ്റ്റിന് ലിവർ സിറോസിസ് വന്നൊരു കഥയാണ്. അമൃത മെഡിക്കൽ കോളേജിൽ, എറണാകുളത്തുള്ള അമൃത മെഡിക്കൽ കോളേജിൽ ഒരു കാർഡിയോളജിസ്റ്റ് ഉണ്ടായിരുന്നു. അയാൾക്ക് ലിവർ സിറോസിസ് വന്ന് ലിവർ മുഴുവൻ അങ്ങ് പോയി. അവസാനത്തെ ഒരു 2-3% ഉള്ളു. അതുകൂടെ പോയ അയാളുടെ ലൈഫ് തീർന്നു. പക്ഷെ അവർ ഉടനെ തന്നെ എവിടെ നിന്നെങ്കിലും ലിവർ കിട്ടാൻ സാധ്യതയുണ്ടാകും റിസർച്ച്. അപ്പോൾ മെഡിക്കൽ കോളേജല്ലേ, ഒരുപാട് ഡോക്ടർമാരിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയും ഈ കേരളത്തിൽ മുഴുവൻ സ്ഥലങ്ങളിലും വല്ല ആക്സിഡൻറ്റ് വന്ന് ഏതെങ്കിലും ലിവർ കിട്ടുമെന്നിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ മദ്രാസിലൊരു ലിവർ കിട്ടാൻ സാധ്യതയില്ലെന്ന് അറിഞ്ഞ് ഉടനെ തന്നെ അവർ അതിൻ്റെ ബ്ലഡ് ഗ്രൂപ്പും മറ്റുള്ള അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചേരുമെന്ന് നോക്കി. അപ്പോൾ എല്ലാം മാച്ച് ചെയ്യുന്നതാണ്, എല്ലാം കൊണ്ട് ചേരുന്നൊരു ലിവറാണ്. ഉടനെ പേഷ്യൻറ്റിനെ കൊണ്ട് അവർ പെട്ടെന്ന് മദ്രാസിലെത്തി. അവിടെ വെച്ച് തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞു, ലിവർ മാറ്റി വെച്ചു. ലിവർ ഫുൾ മാറ്റി വയ്ക്കലല്ല, എനിക്ക് തോന്നുന്നു അതിൻ്റെ പാർട്ടാകണ പീസാണോ അതോ എന്ന് എനിക്കറിഞ്ഞൂടാ. ലിവർ മാറ്റി വെച്ചു. അങ്ങനെ അയാൾ ലിവർ അത് ബോഡി എടുത്തു. ചിലപ്പോൾ ചില ബോഡി എടുക്കൂല, സ്വീകരിക്കൂല, അങ്ങനെയൊക്കെയുണ്ട്. ലിവർ സ്വീകരിച്ചു, ലിവർ സ്വീകരിച്ചു. ഇയാൾ റിക്കവർ ചെയ്ത് വന്നു. അയാൾ തിരിച്ച് ഒരുമാതിരി നോർമലായപ്പോൾ തിരിച്ച് എറണാകുളത്തിൽ അമൃതയിലേക്ക് തന്നെ കൊണ്ടുവന്നു. കുറച്ച് നാൾ കൂടെ റെസ്റ്റ് എടുക്കണം ഞങ്ങൾക്ക്. അത് അമൃതയിൽ തന്നെ അഡ്മിറ്റ് ചെയ്തു. അവിടെ അങ്ങനെ കഴിയുന്ന സമയത്ത് പെട്ടെന്ന് ഈ ബോഡി ഈ ലിവർ റിജക്റ്റ് ചെയ്തു. ലിവർ സ്വീകരിക്കാൻ ബോഡി തയ്യാറല്ല. അപ്പോൾ പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല. രോഗി മരിക്കുക തന്നെ ചെയ്യുള്ളൂ, വേറെ ഒരു ആൾട്ടർനേറ്റീവ് അതിനില്ല എന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇയാൾക്കൊരു മകനുണ്ട്, 15-16 വയസ്സുള്ള എൻജിനീയറിങ് സ്റ്റുഡൻറ്റാണ്. അവൻ ഉടനെ തന്നെ ഈ അമൃത മെഡിക്കൽ കോളേജിലെ ഡയറക്ടറെ കാണേ എൻ്റെ ലിവർ കൊടുത്ത പപ്പ രക്ഷപ്പെടുമെന്ന് ചോദിച്ചു. ബ്രാഹ്മിൻസാണ്. അപ്പോൾ ഇവർ ആകെ കൺഫ്യൂഷൻ. ഇങ്ങനൊരു കുട്ടിയുടെ ലിവറെടുത്ത് ഈ മരിക്കാൻ. അപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ പപ്പ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലിവർ കൊടുക്കുന്നത് റെഡിയാണ്, നിങ്ങൾ റെഡിയായാൽ മതി എന്ന്. അങ്ങനെ തന്നെ അവസാനം അവർ ബോർഡ് കൂടി തീരുമാനിച്ചു ലിവർ കൊടുക്കാം. അപ്പോൾ ഇയാളുടെ ബ്ലഡൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ അതും മാച്ച് ചെയ്യുന്നതാണ്. അങ്ങനെ ഇവർ വീട്ടിലറിയിച്ചു. അപ്പോൾ വീട്ടിലറിയിച്ചപ്പോൾ ഈ ഡോക്ടർ, മരിക്കാൻ കിടക്കുന്ന ഡോക്ടറുടെ അച്ഛൻ, അതായത് ഈ പയ്യൻ്റെ അപ്പൂപ്പൻ, അയാൾ ഒരു ഫേമസ് ഡോക്ടറാണ് മെഡിക്കൽ കോളേജിൽ. ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോഴും അങ്ങോട്ട് പുസ്തകങ്ങൾ മെഡിക്കൽ സ്റ്റുഡൻസ് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു ഫേമസ് ഡോക്ടറാണ് ഈ അപ്പൂപ്പൻ. അപ്പോൾ അയാൾ വിവരം അറിഞ്ഞിട്ട് പറഞ്ഞു, കൊച്ചുമോനോട് പറയും, നീ കൊടുക്കരുത്, അവൻ ഇനി രക്ഷപ്പെടില്ല. അത് എനിക്കറിയാവുന്ന പോലെ നിനക്കറിയാൻ പറ്റില്ല, അതുകൊണ്ട് നീ കൊടുക്കരുത്. ഇപ്പോൾ കൊടുത്തതിനുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഈ ചെറുക്കൻ ഒരു നെഞ്ച് പൊളിച്ചിട്ടാണ് അക്കാലത്ത്. ഇപ്പോൾ വല്ല പരിപാടി ഉണ്ടെന്ന് അറിയില്ല. അക്കാലത്ത് നെഞ്ച് പൊളിച്ച് ഇതൊരു പീസ് എടുക്കുകയുള്ളൂ. പക്ഷേ ആ പീസ് ഇവിടെ കൊണ്ട് ഫിറ്റ് ചെയ്ത് എല്ലാ വേരുകളൊക്കെ പിടിച്ച് കഴിഞ്ഞ് വരുമ്പോൾ ആൾ നമ്മുടെ ശരീരത്തിൽ വളരുന്നൊരു അവയവം ഈ ലിവർ മാത്രമാണ്. അങ്ങനെ വളരും. അപ്പോൾ അങ്ങനെ അവൻ പറഞ്ഞ അത് കുഴപ്പമില്ല, ഞാൻ കൊടുക്കും, എൻ്റെ പപ്പയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ കൊടുക്കുന്നു. അങ്ങനെ അവസാനം ഇവനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തു, അമൃതയിൽ തന്നെ അഡ്മിറ്റ് ചെയ്തു. അവർ കൊടുത്തു, ഇവൻ്റെ ഒരു പീസ് എടുത്ത് ഇവൻ്റെ അച്ഛന് കൊടുത്തു. ബോഡി തന്നെ അക്സെപ്റ്റ് ചെയ്തു. എല്ലാവർക്കും സന്തോഷമായി. കേക്ക് വിതരണം, ബ്ലഡ് വിതരണം എല്ലാം കഴിഞ്ഞു. ഇതുപോലെ 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ ലിവർ ബോഡി റിജക്റ്റ് ചെയ്തു, ബോഡി എടുക്കുന്നില്ല. പിന്നെ ഒന്നും ചെയ്യാനില്ലായിരുന്നു. അവസാനം അയാൾ അന്ത്യശ്വാസം വലിച്ചു എന്നുള്ള